ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ ചില സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ വെറും സംഭവങ്ങളല്ല, കണ്ടാൽ ആരായാലും ചിരിച്ചൊരു വഴിയാകുന്ന ചില സംഭവങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട കുറേ അധികം സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഇനി അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഒട്ടും വൈകാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഓണം കഴിഞ്ഞ് മാവേലി തിരിച്ച് പാതാളത്തിലേക്ക് പോകുന്നതിന്റെ റയർ ഫൂട്ടേജ് ആണ്. A few minutes later. And his name is John C. പേടിക്കണ്ട, പുള്ളി നേരത്തെ പോയ ചെരുപ്പ് എടുക്കാൻ പോയതാവും. വോട്ടുണ്ടോ? വോട്ടില്ലല്ലേ? എന്നാലും ആര് ജയിക്കാനാ? പറഞ്ഞ ഒരു അഭിപ്രായമില്ലേ? ആര് ജയിക്കും? ആര് ജയിക്കും ഇവിടെ? ഒരാള് ജയിക്കും. അവൻ എന്ത് വേണമെങ്കിലും പറയാമായിരുന്നു, എന്നിട്ടും യാഥാർത്ഥ്യം മാത്രം പറയാനാണ് അവൻ തീരുമാനിച്ചത്. ഒരാള് ജയിക്കും. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. കറക്കം കണ്ടിട്ട് ഇന്നിവിടെ വല്ലതൊക്കെ നടക്കും. നടന്നു. ഇന്ന് മെഹർ ഒരു എട്ടുകാലി ഓടിക്കാൻ പോവുകയാണ്. അവിടെ ഓടിച്ചു. പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടിച്ചു. ഹൈ റേഞ്ചിൽ പോയി ഊക്കു വാങ്ങാനൊക്കെ ഒരു യോഗം വേണം. വിഷുവിന് ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ഓണത്തിന് ചെയ്യുകയാണ് ഈ സുഹൃത്തുക്കൾ. ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ ഇത് അയാളുടെ കാലമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടുത്തുനിന്ന ചേട്ടന് നല്ല ഭാഗ്യമുണ്ട്, ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ പല കാര്യത്തിലും ഒരു തീരുമാനമായേനെ. ഏത് മത്സരത്തിലായാലും കോച്ച് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു സ്പോർട്സ്മാനെയാണ് പലർക്കും ആവശ്യം. അത്തരത്തിലൊരു സ്പോർട്സ്മാനാണ് ഇദ്ദേഹം. കോച്ച് കടക്കാൻ പറഞ്ഞാൽ ഇടം വല നോക്കാതെ കിടന്നിരിക്കും. ഇവിടെ അവന്മാർ ടർഫിൽ ഫുട്ബോൾ കളിച്ച് എൻജോയ് ചെയ്യാൻ പോയതാണ്, പക്ഷെ അതിന് അനുഭവിക്കേണ്ടി വന്നത് ആ നാട് മുഴുവനാണ്. നല്ലൊരു ഫുട്ബോൾ മാത്രം ഉപയോഗിച്ചൊരു നാട്ടിലെ മുഴുവൻ ഇലക്ട്രിസിറ്റി കളയണമെങ്കിൽ അവൻ്റെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കേരള പോലീസിൽ എത്തിപ്പെടാനുള്ളത്. ഏതായാലും ഇപ്പോ അവരെക്കാട്ടിലും ഉയരത്തിലാണ് നമ്മള്. അവരെക്കാട്ടിലും ഉയരത്തില് കണ്ടില്ലേ? നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂല. അവരെക്കാളും ഉയരത്തിൽ എത്തിയെന്ന് മാത്രമല്ല, ഇപ്പോൾ വെച്ചടി കയറ്റവും. ഇങ്ങേരുടെയൊക്കെ ഒരു യോഗം. നിങ്ങൾ പല മികച്ച ഡാൻസുകളും കണ്ടിട്ടുണ്ടാവും, പല മികച്ച ഡാൻസേഴ്സിനെയും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപടി മുകളിൽ നിൽക്കുന്നൊരു ഡാൻസറിനെയാണ് ഇനി കാണാൻ പോകുന്നത്. Run. എന്തായാലും ഡാൻസ് കണ്ടൊരു പശു വാലും പോക്കി ഓടണമെങ്കിൽ ആ ഡാൻസറുടെ ലെവൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒമേഗ ആപ്പ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം, ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ എന്ന് പ്രതീക്ഷിച്ചാണ് പലരും ഒമേഗയിൽ കയറുന്നത്. ഇദ്ദേഹം അതുപോലെ തന്നെ പ്രതീക്ഷിച്ച് കയറിയതാണ്. അങ്ങനെയാണ് അപ്രതീക്ഷിതമായി ഇത് സംഭവിച്ചത്. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി.
ഇനി അളകൂല തീരെ ഉറപ്പാ കണ്ടോ ഒരുത്തൻ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്താ ഞാൻ നമ്പർ ഒന്ന് വായിച്ചു. എന്തായാലും പുള്ളി അത് തല തിരിച്ചാണ് വെക്കുന്നത് എന്ന് കണ്ടിട്ടും മിണ്ടാതെ നിന്ന് അത് കഴിയുന്നത് വരെ കാത്തു നിന്ന് അതിനുശേഷം മാത്രം പറഞ്ഞ സുഹൃത്തുക്കളുടെ നല്ല മനസ്സാരും കാണാതെ പോരുത്. ഗൾഫിൽ നിന്ന് വരുന്ന തങ്ങളുടെ ഉപ്പയെ കൊണ്ടുവരാൻ പോയ മക്കൾക്ക് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കറക്റ്റ് സമയം 6:40 ആദില് ധരിക്കണേ. ആദിന്റെ ഒപ്പം ഗൾഫിൽ നിന്ന് വരാണ്. 2 മക്കൾക്കും അറിയില്ല വാപ്പ കൊടുക്കാൻ വരുന്നത്. ഇവിടെ എത്തിയ ശേഷം പറയുന്നത് നെടുമ്പാശ്ശേരിക്കാണ് ഉപ്പ വരുന്നത്. ഇതാ 2ാമത്തെ മോണി 3ാം മോണി കോഴിക്കോട് എയർപോർട്ടിൽ അതൊരു കൊച്ചിയിൽ ഇറങ്ങുന്ന പല കാത്തുക്കരുത്. എന്താ എന്റെ അഭിപ്രായം? എന്താ നിങ്ങളെ അഭിപ്രായം? എന്താ സാർ നിങ്ങളെ അഭിപ്രായം? അപ്പൊ ഇങ്ങനെയൊക്കെ അവസ്ഥകൾ മക്കളെ ശ്രദ്ധിക്കട്ടാ. അപ്പൊ എയർപോർട്ട് മാറി കയറിയ സംഭവം നിങ്ങൾ കണ്ടു. ഇനി ഇതുപോലത്തെ മറ്റൊരു സംഭവം നമുക്ക് കാണാം. എന്താ വണ്ടി കയറി തീരുന്നത്? എന്തായാലും സ്വന്തം കല്യാണത്തിന് ഓഡിറ്റോറിയം മാറി കയറുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ഇനി നമുക്ക് മികച്ചൊരു മാജിക് പെർഫോമൻസ് കാണാം. എല്ലാവരും എഴുന്നേറ്റൊക്കെ നിന്നിട്ടുണ്ട്. കൈയടിക്കാനായിരിക്കും. പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് സൈക്കിൾ റൈഡ് പോകാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ, നല്ല അനുഭവമായിരിക്കും. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്തില്ല. ഇടിച്ച ഉടനെ തന്നെ ഫോൺ എടുത്ത് റിപ്പയർ ചെയ്യാൻ എത്രയാകുമെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. പുള്ളിയുടെ ചിന്തയുടെ ഒക്കെ ഒരു വേഗത ആരായാലും ഇംപ്രസ്ഡ് ആയി പോവും. உனக்கு தைரியம் இருந்தா என்ன சுட்டிடாது என்ன சொல்றா பெருமாள் சத்தியந்தா அந்த 5 கொலையும் ஐயோ என்ன தப்பு பண்ணலே கொன்னது நான் தான் என்ன வெளி போ. ഇത് കണ്ടിട്ട് അന്യൻ സൂയിസൈഡ് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിടതാ ഞാൻ താൻ അന്യൻ. ഇനി അത്യാവശ്യം സാഹസികരായ ചിലരെ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ അറിഞ്ഞിട്ടും അവരുടെ ഫ്രണ്ടിന്റെ കൂടെ ചാകാനായാലും ജീവിക്കാനായാലും ചിരിച്ചുകൊണ്ട് പോകുന്ന ആ സുഹൃത്തുക്കളെ ആരും കാണാതെ പോരുത്. ഇനി ഇതുപോലെ തന്നെ തങ്ങളുടെ ഫ്രണ്ടിനെ വിശ്വസിച്ച് വണ്ടിയിൽ കയറിപ്പോയ മറ്റു ചില സുഹൃത്തുക്കളെ കൂടി നമുക്ക് കാണാം. നോക്ക്, ഒരു 5 മിനിറ്റ് മുമ്പ് മുറുക്കാൻ ഈ നായനോട് ഞാൻ പറഞ്ഞതാ. ഞാൻ എത്തിക്കുന്ന പറഞ്ഞേ. എത്തി ഇതാ ചെറിയൊരു പാട്. ചെറിയൊരു പാട്. ഇതാ കുണ്ടി പൊട്ടി. കുണ്ടി ഇന്റെ കാല് കണ്ടു. ഇതുകൊണ്ടാ ഞാൻ മംഗലാപുരത്തെ വണ്ടി. ഇത് കണ്ടോ വണ്ടി ഞാൻ നോക്ക് മൊത്തം ഈ നാഗനോട് ഞാൻ പറഞ്ഞ വണ്ടി. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചലഞ്ചാണ്. അപ്പൊ ഈ അപ്പച്ചൻ ആ ചലഞ്ച് എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കാണാം. ചലഞ്ച് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ അപ്പച്ചനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പച്ചന് സംഭവം എന്താന്ന് മനസ്സിലായോ? ഞാനിപ്പോ അപ്പച്ചനോട് ഓരോ ചോദ്യം ചോദിക്കും. അറിയാവുന്നല്ല. അപ്പൊ അപ്പച്ചന് അതിന് മറുപടി ആയിട്ട് ഉത്തരവായിട്ട് പറയേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏത് അക്ഷരമാണോ അപ്പച്ചനോട് പറയുന്നത് ആ അക്ഷരം പിടിച്ചു വേണം. മനസ്സിലായോ? അപ്പൊ അപ്പച്ചന് തരാൻ പോകുന്ന അക്ഷരം ചായാണ്. പേരെന്താന്ന് ചോദിക്കുമ്പോഴത്തെ ചാ അങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, അപ്പച്ചന്റെ പേരെന്തുവാ? മുതലാളി, എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. വെറൈറ്റി ഫോട്ടോഷൂട്ടുകൾ എടുക്കാനുള്ള ഓരോരോ തത്രപ്പാടുകളെ.
ഇനി കൊറോണ കാലത്തെ ചില ഓർമ്മകൾ നമുക്കൊന്ന് അയവിറക്കാം. Run. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.